ticket. Woo! ബോസ്, ഇത്രയും ലോട്ടറി ടിക്കറ്റുകൾ നമ്മൾ എങ്ങനെ വിറ്റു തീർക്കും? അക്കാര്യത്തിൽ ഫ്രെഡി ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈ ടിക്കറ്റുകളെല്ലാം ചൂടപ്പം പോലെ വിറ്റുതീരും. ഇതിന്റെ കൂടെ അപ്പവും കൊടുക്കുന്നുണ്ടോ? കാലത്ത് തന്നെ ചളി വാരി എറിയല്ലേ ഫ്രെഡി, പ്ലീസ്. എടോ, ഈ ടിക്കറ്റിന്റെ വില എത്രയാണെന്നറിയാമോ? പിന്നെ അറിയാം, 100 രൂപ. സമ്മാനത്തുകയോ? 1,00,000. ആ, വെറും 100 രൂപ മുടക്കിയാൽ 1,00,000 കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ടിക്കറ്റ് വാങ്ങും. അപ്പോൾ ബോസ്, ഒന്നാം സമ്മാനം അടിക്കുന്ന ആൾക്ക് 1,00,000 രൂപ ആര് കൊടുക്കും? നമ്മൾ തന്നെ കൊടുക്കണ്ടേ? പിന്നെ നമുക്കതല്ലേ പണി. ആർക്കും ഒരു 5 പൈസ നമ്മൾ കൊടുക്കില്ല. എങ്കിൽ അതോടുകൂടി നമ്മുടെ കഥ കഴിയും. അതെങ്ങനെ? അങ്ങനെ ഒരു മണ്ടൻ. മണ്ടനോ? ഞാനോ? താനല്ലേ മണ്ടൻ. ഓ സോറി ബോസ്, മണ്ടൻ ഞാനായിരുന്നല്ലോ. ഞാനത് മറന്നു. അതെ ബോസ്, ഇവിടെയുള്ള ആളുകൾക്കെല്ലാം നമ്മുടെ വീട് അറിയാമല്ലോ. അതെ. ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ. ഉറപ്പായും. സമ്മാനം കൊടുക്കാതെ നമ്മൾ മുങ്ങിയാൽ ആളുകൾ നമ്മളെ തിരിഞ്ഞു പിടിച്ച് തല്ലിക്കൊല്ലില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കഥ കഴിയുമെന്ന്. അതാണ് ഞാനും പറഞ്ഞത്, നീ മണ്ടനാണെന്ന്. ഫ്രെഡി, നമ്മൾ നമ്മുടെ സ്വന്തം രൂപത്തിലല്ല ലോട്ടറി കച്ചവടം ചെയ്യുന്നത്. പിന്നെ വേഷം മാറണം. അങ്ങനെ മറ്റൊരു വേഷത്തിൽ ലോട്ടറി വിൽക്കാൻ ഇറങ്ങുന്ന നമ്മൾ നറുക്കെടുപ്പ് ദിവസം സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അടിപൊളി. ആളുകളെല്ലാം ലോട്ടറി കച്ചവടക്കാരെ തിരഞ്ഞു നടക്കുമ്പോൾ നമ്മൾ ഇവിടെ പണം എണ്ണിക്കൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ ആ പൊതി മനസ്സിലിരിക്കുകയുള്ളൂ. എന്താണ് ബോസ്? ഒന്നുമില്ല, ഞാൻ ഇവിടെ പറഞ്ഞതാ. ഇവിടെ വേറെ ആരാ ഉള്ളത്? ഞാനല്ലാതെ. ഫ്രെഡി, ചുമ്മാ സംസാരിച്ച് സമയം കളയാതെ വേഗം വേഷം മാറി ഇറങ്ങ. നമുക്കിനി നഷ്ടപ്പെടുത്താൻ സമയമില്ല. യെസ് ബോസ്. പണമെല്ലാം കയ്യിൽ കിട്ടിയിട്ട് വേണം ഇവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ. അയ്യടാ, പണമെണ്ണാൻ കാത്തിരിക്കുന്ന ഒരു പുള്ളി മണ്ടൻ. എന്താ കാര്യം? ലോട്ടറി ലോട്ടറി അടിച്ചോ? ആർക്ക്? അതിനിവിടെ ഇതിനു മുമ്പ് ആരും ലോട്ടറി വിറ്റിട്ടില്ലല്ലോ. ലോട്ടറി അടിച്ചതല്ല, ബനാന ഐലൻഡിൽ ആദ്യമായി ലോട്ടറി കച്ചവടം തുടങ്ങിയിരിക്കുന്നു. ആണോ? എങ്കിൽ എനിക്കും വാങ്ങണം. സുഹൃത്തുക്കളെ, ഇതാ വാങ്ങൂ. ബനാന ലോട്ടറി ഏജൻസിയുടെ ഉദ്ഘാടന ബമ്പർ ലോട്ടറി ടിക്കറ്റുകൾ. വെറും 100 രൂപ മുടക്കി നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ നിങ്ങളിൽ ഒരു ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് 1,00,000 രൂപ. മന്ത്രമല്ല, മായമല്ല, സത്യം സത്യം സത്യം. കടന്നു വരൂ. നിങ്ങളുടെ ടിക്കറ്റുകൾ ഇന്ന് തന്നെ വാങ്ങൂ. ഇതാ തീരുകയാണ്. ടിക്കറ്റുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, എന്നാ നറുക്കെടുപ്പ്? നാളെ കാലത്ത് ഇതേ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഈ ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് നടത്തും. വിജയികൾക്ക് അപ്പോൾ തന്നെ സമ്മാനത്തുകയും കൈമാറും. ബോസ്, അതിന് നമ്മൾ സമ്മാനം കൊടുക്കില്ല എന്നല്ലേ തീരുമാനിച്ചത്? മണ്ട. സോറി ബോസ്, ഞാൻ ഓർക്കാതെ പറഞ്ഞു പോയതാണ്. വരൂ, കടന്നു വരൂ. ആരുടെ 100 രൂപ തട്ടിപ്പറിച്ച് ഓടുന്നു. പിടിക്കാവനെ. എന്തോ എന്തിനാണ് പിടികൂടുന്നത്? സത്യം പറ, ആരുടെയോ ഈ ക്യാഷ്? എന്റെ ക്യാഷ്. ഇതെന്റെ ക്യാഷ് ആണ്. പിന്നെന്തിനാ മൊത്തം ക്യാഷ് പിടിച്ച് ഓടിയത്? അത് കൊള്ളാം. എന്റെ സ്വന്തം ക്യാഷ് പിടിച്ച് ഞാൻ ഓടുകയോ ചാടുകയോ ചെയ്യും. നിങ്ങൾ ആരാത് ചോദിക്കാൻ? സോറി മത്തു, ഞങ്ങൾ കരുതി നീ ആരുടെയെങ്കിലും ക്യാഷ് തട്ടിപ്പറിച്ച് ഓടുകയാണെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചു വെച്ചത്. മത്തുവിന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. ഇനി മേലിൽ ആവർത്തിക്കരുത്. ഞാൻ പോകുന്നു. മത്തു എവിടേക്കാ കാശുമായി ഇത്ര തിടുക്കപ്പെട്ട്? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ, ബനാന ഐലൻഡിലും ലോട്ടറി വന്നു. കവലയിൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ടിക്കറ്റ് വാങ്ങാൻ പോവാ. പ്രിയമുള്ളവരെ, ബനാന ഐലൻഡിൽ ലോട്ടറി കച്ചവടം തുടങ്ങിയിരിക്കുന്നു. 100 രൂപ ടിക്കറ്റ് വില. ഒന്നാം സമ്മാനം 1,00,000 രൂപ. ടിക്കറ്റ് വിൽപ്പന ഇന്നും നാളെയും മാത്രം. ഇതാ നാട്ടുകാരെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. നമുക്ക് വാങ്ങിയാലോ ലോട്ടറി ടിക്കറ്റ്? അതിന് ക്യാഷ് എവിടെ? ഞാൻ ഗ്രാൻഡ് പയോട് വാങ്ങും. ഞാൻ പപ്പയോട് വാങ്ങും. എങ്കിൽ ഞാൻ മമ്മയോട് വാങ്ങും. യെസ്. അങ്കിൾ, എനിക്കൊരു ടിക്കറ്റ്. യെസ്, അവിടെയും മത്തുവിന് ഒരു ടിക്കറ്റ് കൊടുക്കൂ. എന്റെ പേരറിയാമോ? അതോ, നിന്റെ മുഖം കണ്ടാൽ അറിയില്ലേ പേര് മക്തു എന്നായിരിക്കുമെന്ന്? ഓഹോ, അങ്ങനെയൊക്കെ പറയാൻ കഴിയുമല്ലേ? അത്ഭുതമായിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ പല കഴിവുകളുമുള്ള ആളുകളാണ്. വാവ്, സൂപ്പർ. ഹായ് മക്തു. ഹായ്.
അങ്കിൾ 3 ടിക്കറ്റ്. യെസ്, ഇപ്പൊ തരാം. അങ്കിൾ നാളെ തന്നെ നറുക്കെടുപ്പ് നടത്തില്ലേ? ഇല്ല, ഛേ, ഉണ്ട്. നടത്തും, ഉറപ്പായും നറുക്കെടുപ്പ് നടത്തും. ഇല്ലെങ്കിൽ വിവരം അറിയും. അതെ, കൃത്യം 10 മണിക്ക് ഞങ്ങൾ നാളെ ഇവിടെ എത്തും. അതിനു മുമ്പേ നിങ്ങൾ എത്തിയിരിക്കണം. ഓക്കേ? എന്താ ഭീഷണിപ്പെടുത്തുന്നത്? ഭീഷണി ഒന്നുമല്ല, ചുമ്മാ ഓർമ്മിപ്പിച്ചതാ. ശരി, എങ്കിൽ നാളെ കാണാം. എന്തോരം ടിക്കറ്റുകളാ അവര് വിൽക്കുന്നത്. അതെ, ഈ കച്ചവടത്തിൽ അവർക്ക് നല്ല ലാഭം കിട്ടും. എനിക്ക് ഇവരെ കണ്ടിട്ട് എന്തോ ഒരു കള്ളലക്ഷണം തോന്നിയിരുന്നു. ഡഗ്ലസിന്റെ വാൻ. ലോട്ടറി ടിക്കറ്റുകൾ. അപ്പോ അവർ ഡഗ്ലസും ഫ്രെഡിയുമാണോ? യെസ്, ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയിരുന്നു. ഹാപ്പി വിളിക്ക് പെട്ടെന്ന്. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഹാപ്പി കിഡ്. ഓഹോ, അവർ കണ്ടുപിടുത്തല നിർത്തി ലോട്ടറി വിൽക്കാൻ ഇറങ്ങിയോ? ഇതും ഒരു കണ്ടുപിടുത്തമായിരിക്കും. ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്ന കണ്ടുപിടുത്തം. ഇത് ഡഗ്ലസിന്റെ വാൻ ആണല്ലോ. ഇവിടുന്നാ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. വാനിൽ നിന്ന് ടിക്കറ്റ് കൊണ്ടുപോകുമ്പോ നിലത്ത് വീണതായിരിക്കും. ശരി, നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? ഡഗ്ലസും ഫ്രെഡിയും ആയതുകൊണ്ട് നാളത്തെ നറുക്കെടുപ്പ് നടക്കില്ല. അവർ നാട്ടുകാരുടെ പണവുമായി മുങ്ങും. വേഷം മാറിയാണോ അവർ കച്ചവടം നടത്തുന്നത്? യെസ്. വാ, നമുക്ക് പോയി നോക്കാം. യെസ് യെസ്. കടന്നു വരൂ. ഏതാനും ടിക്കറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കടന്നു വരൂ. യെസ്, അതവർ തന്നെ. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നല്ലൊരു തമാശ കാണാം. ഞങ്ങൾ റെഡി. ഓക്കേ, ശരിക്കും വഴക്ക് അഭിനയിച്ചോണേ. അതെ, ആക്ടിംഗ് ആണെന്ന് തോന്നരുത്. ഞാൻ റെഡി. തുടങ്ങാം. അങ്കിൾ, ഈ സെയിം പറയുന്നു നറുക്കെടുപ്പ് നടക്കില്ലെന്ന്. ഞാനല്ല, ലുവായ പറഞ്ഞത്. ഞാനല്ല, ലാമിയ പറഞ്ഞത്. ഞാനോ? നിന്നെ ഞാൻ? എന്നോട് കളി വേണ്ട, ഇടിച്ചു ശരിയാക്കും ഞാൻ. ഒന്നങ്ങോട്ട് മാറി നിന്ന് വഴക്കിട് കുട്ടികളെ. ഇവിടെ കച്ചവടം നടക്കുകയല്ലേ. അയ്യേ, ചളി. നീ അത്രയ്ക്കായോ? നാശം. ലാമി, ഇനി നിർത്താം. ഓക്കേ. അയ്യോ, സോറി അങ്കിൾ. ഞങ്ങൾ കാരണം അങ്കിളിന്റെ ഡ്രസ് കേടായല്ലോ. വരൂ അങ്കിൾ, വാ കഴുകാം. കഴുകാനോ? വേണ്ട, അത് ശരിയാവില്ല. കഴുകിയാൽ എന്താണ് ബോസ് കുഴപ്പം? എടാ മണ്ട, നമ്മുടെ മേക്കപ്പ് പോവില്ലേ? ഇവർ നമ്മളെ തിരിച്ചറിയില്ലേ? ശരിയാണല്ലോ. വെള്ളം. Ready, 1, 2, 3. അവർ ആ ഡഗ്ലസും ഫ്രെഡിയും. അമ്പടാ, ഇത് നിങ്ങളായിരുന്നു അല്ലേ? വീടരുന്നവരെ പിടിക്കാൻ. അയ്യോ, രക്ഷിക്കണേ. നറുക്കെടുപ്പും കഴിഞ്ഞു, സമ്മാനവും കിട്ടി. ഹാപ്പി കിഡ്.